പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യാസമയം കൂടെ ദൈവവചനവുമായി ഇവിടെ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് അവസരം നൽകിയതുകൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ ദയവായി വായിക്കാം. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. താങ്ക് യു. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം, തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, തിരു സാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങളുടെ നടുവുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ അവസാന രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഈ രാത്രി ഞങ്ങളോട് ഹൃദയംഗമായി സംസാരിക്കണമേ. സ്വർഗം ഞങ്ങൾക്ക് മീതെ തുറന്നിരിക്കണമേ. വചനത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ. ഹാവ് ദൈൻ ഓൺ വേ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു, കേൾക്കണമേ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 2-ഉം 3-ഉം അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള ദൂതുകളാണ്. ദൈവസഭയിൽ ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സഭയുടെയും ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിയാൻ കഴിവുള്ളത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിന് മാത്രമാണ്. വിദഗ്ധനായ ഒരു ഡോക്ടർ 7 വാർഡുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓരോ വാർഡും പരിശോധിച്ച് പ്രിക്കോഷൻ കൊടുക്കുന്ന പോലെ ഒരു ചിത്രമാണ് വെളിപ്പാട് 2-3 അധ്യായങ്ങളിലെ ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള ദൂത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. വാർഡ് നമ്പർ 1 എഫെസോസ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു പഴയ കാര്യം മാത്രം ഓർത്ത് അയവെറുക്കുന്ന ഒരു സഭ. എന്താ പ്രയോജനം? ഫ്യൂസായി പോയ ബൾബിന് പറയാനുണ്ട്, ഞാൻ പണ്ട് കത്തിയതാണ്, ഇന്ന് കത്തുന്നില്ലെങ്കിൽ കുഞ്ഞ് ഒരു ഗുണവുമില്ല. ഇന്നത്തെ അവസ്ഥയാണ് നമ്മുടെ കർത്താവ് നോക്കുന്നത്. അയവ് എഫെസോസ് എന്ന് പറഞ്ഞ അയവ് അയഞ്ഞു പോയ ഒരു സഭ. മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞിട്ട് വാർഡ് നമ്പർ 2 സ്മുർന. കയ്പെന്നാണ്. കഷ്ടത, കയ്പ്, ദാരിദ്ര്യം, രോഗം, ദുഃഖം. ആമേൻ. ഇങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട്. എല്ലാ ഞായറാഴ്ചയും കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നവരില്ലേ? സ്മുർന വാർഡിൽ നിന്നാണ് അവർ വന്നത്. കഷ്ടത, രോഗം, ദുഃഖം, വേദന നൂലാമാലകളാണ്. വാർഡ് നമ്പർ 3 ഉപദേശ പെശകൻ പെർഗമോസ്. ബിലയാമിന്റെ ഉപദേശം, നിക്കല്ലോവരുടെ ഉപദേശം. ഈ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായതാണ്. ഈ ഉപദേശത്തിന് വരവണ്ണം വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. PT ഉഷയേക്കാൾ വേഗത്തിൽ ഓടിയാലും MC റോഡിൽ കൂടെ കിടന്ന് ഓടിയാലും ഒരു പ്രയോജനമില്ല മക്കളെ. ട്രാക്കിനകത്തോടണം. ഈ വചനത്തിന്റെ വളപ്പിൽ നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാനസാന്തരം വേണ്ട. വേറൊരുത്തം സാത്താൻ ഉപേക്ഷിച്ച് മച്ചയെ കൈക്കൊണ്ടാൽ മതി. ജലസേനം വേണ്ട. ഡ്രൈ ക്ലീനിങ് ചെയ്താൽ മതി. പരിശുദ്ധാത്മാഭിഷേകം വേണ്ട. മൂറോൺ പറട്ടെ മതി. ഇമിറ്റേഷൻ, റിപ്പന്റൻസ്, ഡ്യൂപ്ലിക്കേറ്റ് ബാപ്റ്റിസം, റെഡിമെയ്ഡ് ഹോളി സ്പിരിറ്റ്. ഇതും കൊണ്ട് പ്രയോജനമില്ല. മര്യാദയ്ക്ക് മടങ്ങി വരുവാൻ ഉപദേശ പെശകനെ ഖണ്ഡിക്കുന്നു പെർഗമോസ്. വാർഡ് നമ്പർ 4 തുയഥീര. ജീവിത പെശകൻ. ദുർനടപ്പാചരണം സഭയിൽ അനുവദിച്ചു കൊടുത്തു. അവളെ ഞാൻ കൊല്ലും, അവളുടെ മക്കളെ ഞാൻ കൊല്ലും. ഉപദേശവും ജീവിതവും 2 കനകത്തൂണുകളാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അയവിൻ്റെ വാർഡായ എഫെസോസ്, കയ്പ് നീര് കുടിക്കുന്ന സ്മുർന, ഉപദേശം തെറ്റിച്ച പെർഗമോസ്, ജീവിതം തെറ്റിച്ച തുയത്തേരയും കഴിഞ്ഞു. വാർഡ് നമ്പർ 5 ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. സർദീസ്. വെളിപ്പാട് 3. ഇവിടുത്തെ രോഗം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. തടിച്ചു കൊഴുത്ത ശരീരം, കറുത്ത മുടി, വീതിയുള്ള ലലാടം, വെളുത്ത പല്ല്, ചുമന്ന ചുണ്ട്, ആരോഗ്യത്തോടെ കിടക്കുന്നു. അയ്യോ, നടുവേദനിക്കുന്നു, നെഞ്ചുവേദന, ഒരു കംപ്ലൈന്റും ഇല്ല. എന്താ രോഗം? 3 മിസ്റ്റേക്കേ ഉള്ളൂ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ മനസ്സിലായുള്ളൂ. ഇടത്തെ കൈയുടെ കുഴക്കെ പൾസ് ഇല്ല, ഹാർട്ടിന് ബീറ്റില്ല, മൂക്കിൽ ശ്വാസവുമില്ല, വേറൊരു അസുഖവുമില്ല. ഹാർട്ട് ബീറ്റ് ഇല്ല, പൾസ് ഇല്ല,
ഹാർട്ട് ബീറ്റ് ഇല്ല, മൂക്കിൽ ശ്വാസമില്ല. ഇങ്ങനെ ഒത്തിരി പേര് സഭയിൽ കിടപ്പുണ്ട്. യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ വ്യത്യാസമുള്ളൂ. അഭിപ്രായമില്ല. അവൻ്റെ പേര് ജീവനുള്ളവൻ. ജീവൻ അല്ലാത്തതെല്ലാം അവനുണ്ട് താൻ. മനസ്സിലായി? ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ എന്തോ ഇല്ലാത്തത് ജീവനുണ്ട്. അനേക സഭകളും ചത്ത സഭകളായി തീർന്നു. വായ്, നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. 2, ഉടുപ്പിനെ മലിനമാക്കിയ അനേകരും. ദൈവസഭയെ ഉയർത്തി നിൽക്കുന്ന 2 കനകത്തൂണുകൾ, 1 സുവിശേഷീകരണമാണ്, 2 ജീവിത വിശുദ്ധിയാണ്. മനസ്സിലാക്കിയവർക്ക് ദൈവത്തിന് സ്തോത്രം. സുവിശേഷം അറിയിച്ച് ആത്മാക്കളെ നേടൂ. പ്രവൃത്തി ഇല്ലാത്ത സഭ ചത്തിരിക്കുന്നു. ജീവിത വിശുദ്ധി ഉടുപ്പിനെ അഴുക്കാക്കി അവരും ചത്തു. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മെ ജീവിപ്പിക്കുന്ന ഒരുവൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മരണത്തെ ജയിച്ച ജയവീരൻ യേശു. 3 വ്യക്തികളെ ക്രിസ്തു ഉയർപ്പിച്ചു. ആ ബൈബിളുണ്ട്. യായിറോസിന്റെ മകൻ, നയീനിലെ വിധവയുടെ മകൻ ലാസർ. ഒന്നിനെ വീട്ടിൽ നിന്ന് ഉയർപ്പിച്ചു, മറ്റതിനെ വഴിയിൽ നിന്ന് ഉയർപ്പിച്ചു, മറ്റൊന്നിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ 3 വിധ ചത്തവർ ഇന്നും ലോകത്തിലുണ്ട്. 1, ഒരുപാട് പേര് ചത്ത് ശവമായി ലോകത്തോട് ചേർന്ന ആമേൻ അഴുകിക്കൊണ്ടിരിക്കുന്നവർ. 2, നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, ഇങ്ങോട്ട് ഇറങ്ങി സഭയ്ക്കകത്തുണ്ട്, അങ്ങ് കല്ലറയിൽ പോയിട്ടില്ല, ഓൺ ദ വേ. വേറെ ചിലർ വീട്ടിനകത്ത് ചത്ത് കിടക്കുന്നു. നമ്മുടെ പിൻതലമുറ വീണ്ടും ജനിക്കാത്തവരുണ്ട്. ഈ 3 കൂട്ടരെ ഉയർപ്പിക്കാൻ യേശു ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ശ്മശാന ഭൂമിയിലേക്ക് പോകുമ്പോൾ മൃതശരീരത്തിൽ നിന്ന് യാതൊരു ശബ്ദവുമില്ല. അറിയാമോ? വിലാപഗാനങ്ങൾ എത്ര പാടിയാലും, ചരമപ്രസംഗങ്ങൾ എത്ര ചെയ്താലും, ഒറ്റ ശവം പോലും എഴുന്നേറ്റ് ഇന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ ടാക്സി പറഞ്ഞിട്ടുണ്ടോ? താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. നന്ദിയില്ലാത്ത ശവം നമ്മൾ പറയത്തില്ല. ഒന്നും പറയാൻ ഒക്കത്തില്ല. പക്ഷെ ലോകം കേട്ടതിൽ ഏറ്റവും വലിയ പ്രസംഗം വാക്കും ഭാഷണവും കൂടാതെ ഈ മൃതശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. എന്താ അത്? അതാ സെമിത്തേരിയിലോട്ട് പോകാം. നയീനിലെ വിധവയുടെ മകനെ നോക്ക്. ഞാനാണ് മരണം, ഇന്ന് ഞാൻ, നാളെ നീ. അമ്മേ, ഒരു മോനേ ഉള്ളോ? ഐ ഡോണ്ട് കെയർ. എനിക്കിത് വിഷയമല്ല. നീ വിധവയാണോ? എനിക്കിത് വിഷയമല്ല. ഞാൻ തൊട്ടാ കൊണ്ടേ പോകും. ശിശുക്കളെയും പിടിക്കും, വൃദ്ധരെയും പിടിക്കും, യുവാക്കളെയും പിടിക്കും, തൊട്ടാൽ കൊണ്ടുപോകും. നാളെ വാ, പറയല്ലേ, നാളെ ഇതിലും ബിസിയാ ഞാൻ. ഞാനാണ് മരണം, ആശയെല്ലാം പോയി. ഞാനാണ് മരണം, ആശയെല്ലാം പോയി. ഇങ്ങനെ മൃതാവസ്ഥയിൽ മൃതശരീരത്തിൽ നിന്ന് വാക്കും ഭാഷണവും കൂടാതൊരു ശബ്ദം. നിരാശയോടെ ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ എതിരെ ഒരു വലിയ പുരുഷാരം. അതിന് മുൻപിൽ നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുത്ഥാനം. ബ്രെഡ് ഓഫ് ലൈഫ്, ലൈറ്റ് ഓഫ് ലൈഫ്, റിവർ ഓഫ് ലൈഫ്, ബ്രെഡ് ഓഫ് ലൈഫ്. ജീവന്റെ അപ്പം, ജീവജലദായകൻ, ജീവന്റെ ഉടയവൻ. മരണം വന്ന വഴിയെ വന്നവനാണ് യേശു ക്രിസ്തു, ജീവന്റെ ഉറവിടം. റെഡി, കുഴി റെഡി, അടക്കാൻ എല്ലാവരും ആളുകൾ റെഡി. 5 മിനിറ്റ് ശവം താഴെ വെക്കും. മരണത്തിന്റെ അടുക്കൽ ജീവനെത്തി. സ്ത്രീയെ കരയണ്ട, ബാല്യക്കാര എഴുന്നേൽക്ക. ആ ശബ്ദത്തിൽ മരിച്ചു ഉയർത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ജീവൻ മരണത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു. സഹോദര സഹോദരി, ആത്മീയ ജീവിതത്തിൽ ഉടുപ്പിനെ നീ അഴുക്കാക്കി, സുവിശേഷീകരണം ഇല്ലാതെയായി മരിച്ച അവസ്ഥയിലാണെങ്കിൽ ജീവന്റെ ഉറവിടമായി ക്രിസ്തു ഇന്ന് രാത്രിയോടെ വന്നിട്ടുണ്ട്. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. 2, ജീവിത വിശുദ്ധിയുടെ വസ്ത്രം. അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഉടുപ്പിനെ മലിനമാക്കി. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉടുപ്പുണ്ട്. സ്വയം വാങ്ങിച്ചതാകാം, ഗിഫ്റ്റ് കിട്ടിയതാകാം, റെഡിമെയ്ഡ് ആകാം, തയ്പ്പിച്ചതാകാം. പക്ഷെ അനിവാര്യ ഘടകം ആ ഉടുപ്പില്ലാത്ത ആരുമില്ല. മനുഷ്യ ജീവിതത്തിൽ അനിവാര്യ ഘടകങ്ങൾ 3ആണ്. 1 ആഹാരം, 2 പാർപ്പിടം, 3 വസ്ത്രം. റോട്ടി, കപ്പട, മക്കാൻ എന്ന് പറയും. ആഹാരം കഴിക്കാത്തവരോടുണ്ടെങ്കിൽ ഇരുന്നു, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. കഴിക്കാതെ ഇവിടെ ഇരിക്കാം. സ്വന്തം വീടില്ലാത്തവരുണ്ടോ? അവിടെ ഇരുന്നു, നിങ്ങൾക്കും ജീവിക്കാം. പക്ഷെ വസ്ത്രമില്ലാതെ ഒരെണ്ണം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അറിയാമോ? ഒരു നേരം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാർപ്പിടം, ആഹാരം,
വസ്ത്രം, ഇവ മൂന്നും അനിവാര്യ ഘടകമാണെങ്കിലും ഏറ്റവും പ്രധാനമാണ് വസ്ത്രം. ദൈവത്തിന് സ്തോത്രം. ഈ വസ്ത്രം ഏത്? മൽമൽ, ടെറിക്കോട്ടൺ, കോട്ടാസൻ, കാഞ്ചിപുരം അല്ല. സ്വർഗസ്ഥനായി ദൈവം തന്നെ ഒരു വസ്ത്രഭണ്ഡാരം തുറന്നിട്ടുണ്ട്. ഉടമസ്ഥനായി ദൈവം തന്നെ വസ്ത്രം ഉടുത്തു. എന്താ വസ്ത്രം? 104 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ പറയുന്നു, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം ധരിച്ച വസ്ത്രം പ്രകാശ വസ്ത്രമാണ്. തേജോമയനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, സാറാപ്പുകൾ മുഖം മൂടി ആരാധിക്കുന്ന ദൈവം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ അവിടെ ചെല്ലുമ്പോൾ മുഖം മൂടേണ്ടി വരികയില്ല. അവനെ മുഖാമുഖമായി കണ്ട് ആരാധിക്കും. പ്രത്യാശയുള്ള കരങ്ങളടിച്ച് സ്തോത്രം ചെയ്യട്ടെ. തേജസ്സേറിയ തേജോമയനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ച ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ ദൈവം ഏത് വസ്ത്രം ഉടുത്തോ ആ വസ്ത്രമാണ് ആദാമിന് ഹവ്വയ്ക്കും കൊടുത്തത്. അറിയാമോ? ആദം സഹധർമ്മിണി ഹവ്വയുടെ കരങ്ങളിൽ പിടിച്ച് ഏദൻ തോട്ടത്തിൽ ഉലാവുമ്പോൾ പ്രഭ വിതറുമാറ് മുക്കിലും മൂലയിലും ദൈവ തേജസ് പ്രകാശം പരത്തിയിരുന്നു. നിരോധിക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. പാപം ചെയ്തതോടുകൂടി ഒത്തിരി നഷ്ടമുണ്ടായി. പർദീസ നഷ്ടം, നിത്യജീവൻ നഷ്ടം, കൂട്ടായ്മ നഷ്ടം. ഇതിൽ ഒന്നാമത്തെ നഷ്ടം ദൈവത്തിന്റെ തേജസ് പോയി എന്നുള്ളതാണ്. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി. നഗ്നരെന്നറിഞ്ഞു. അവരട്ടിയിലെ കൂട്ടിത്തുന്നി അരയാട് ഉണ്ടാക്കാൻ ശ്രമിച്ചു. നല്ല രാവിലെ പച്ച നിറമുള്ള അത്തിയില കൂട്ടിത്തുന്നി അരയാട് ഉണ്ടാക്കി. ഉച്ച നേരമായപ്പോൾ പച്ചയില കരിയിലയായി മാറി. വെറും ശരീരത്തിൽ കരിയില ഉടുത്തുകൊണ്ടിരുന്ന എന്താ ഗുണം? ഒന്ന് ഒരു ചെറിയ ഏനക്കേട് ചൊറിച്ചിൽ വരുമ്പോൾ അതും പോകും. സ്നേഹിതരെ, സ്വർഗസ്ഥനായി ദൈവം നിന്നെ ഉടുപ്പിച്ച ആത്മീയ വസ്ത്രം നഷ്ടപ്പെടുത്തിയാൽ ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, യോഗമാർഗം, യോഗമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, ഇതെല്ലാം ഉണങ്ങിയ അത്തിയിലയാണെന്ന് ഓർക്കണം. ദൈവം തന്ന വസ്ത്രം നഷ്ടപ്പെടുത്തിയാൽ ദൈവം ഉടുപ്പിച്ചെങ്കിലേ നഗ്നത മറയുള്ളൂ. സായങ്കാലത്തിൽ ദൈവം ഇറങ്ങി വരുന്നു. ഉൽപ്പത്തി 3 കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഇടയനെ പോലെ ഉറച്ച തറയിൽ വീണ് ഉറക്ക കരയുന്ന വിറയ്ക്കും ശിശുവിനെ തെറിക്കെടുക്കുന്ന അമ്മയെ പോലെ അർദ്ധരാത്രിയുടെ ഭീകരതയിലല്ല, നട്ടുച്ച നേരത്ത് സൂര്യൻ കത്തിജ്വലിക്കുമ്പോഴല്ല, സായങ്കാലത്തിന്റെ പ്രശാന്തതയിൽ പറന്നു വരികയല്ല, ഓടി വരികയല്ല, നടന്നു വരുന്ന ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നു. നീ എവിടെ? നീ എവിടെ? പേടിച്ചു പോയി. തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷമല്ല നീ തിന്നുപോയി. ആദം ഹവ്വയെ പഴിചാരി, ഹവ്വ പാമ്പിനെ പഴിചാരി. പഴിചാരുന്നുകൊണ്ട് പ്രയോജനമില്ല. അവർ കുറ്റവാളികളാണ്. തോട്ടത്തിൽ താമസിക്കാൻ ഒക്കില്ല. പാപം ചെയ്തവൻ പുറത്ത്. പക്ഷെ പുറത്ത് പോകുന്നതിന് മുമ്പ് ദൈവം ഒരു വസ്ത്ര ക്രമീകരണം ചെയ്തതായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു. യഹോവയായ ദൈവം ആദവനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കിയവരെ ഉടുപ്പിച്ചു. ഈ തോൽ എവിടുന്നും? വെളിപ്പാട് 13:8 നോക്കണം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 3:21 തോലുടുപ്പും വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് കൊണ്ട് കണക്ട് ചെയ്തേ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ഏദൻ തോട്ടത്തിൽ പരിശുദ്ധനായ ദൈവം ഒരു ഭാഗത്ത്, പാപിയായ മനുഷ്യൻ മറുഭാഗത്ത്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഇതാ ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടുന്നു. നിരപരാധിയായി നിഷ്കളങ്കമായി തുള്ളിച്ചാടി നടന്ന ഒരാട്ടിൻകുട്ടിയെ ദൈവം പിടിച്ചു അവിടെ മുമ്പിൽ വെച്ച് അറുത്തു. ചുടാന്ന് ചോര ചിന്തി. ഏദൻ തോട്ടത്തിലെ പച്ച പുൽത്തകടിയിൽ ആട്ടിൻകുട്ടിയുടെ ചോര വീണ് പച്ച നിറം ചെഞ്ചോരയായി, നിറയെ ചുമപ്പ് നിറമായി. ആദം ഹവ്വമാർ കരയുന്നു. അതുവരെ ഒരു പ്രാണിയുടെ പ്രാണസങ്കടം കണ്ടിട്ടില്ല. അത് പിടഞ്ഞ ആട്ടിൻകുട്ടി മരിക്കുന്നു. അയ്യോ, ഞങ്ങളല്ലേ പാപം ചെയ്തവർ, ഞങ്ങളല്ലേ നിരുത്ത വൃക്ഷത്തിന്റെ ഫലം ഭുജിച്ചവർ. ഈ ആട്ടിൻകുട്ടി എന്ത് ചെയ്തു? മോനെ, മോളെ, ആട്ടിൻകുട്ടി നിരപരാധിയാ, നിഷ്കളങ്കതയാ. പക്ഷെ നിന്റെ വസ്ത്രം പോയതുകൊണ്ട് ഇനി ഒരു വസ്ത്രം ഉണ്ടാകണമെങ്കിൽ ഈ ആട്ടിൻകുട്ടിയെ കൊല്ലണം, ചോര ചിന്തണം,
തോലുരിഞ്ഞെടുക്കണം നിനക്ക് വസ്ത്രം ലഭിക്കാൻ. ഇന്നു മുതൽ എണ്ണിക്കൊള്ളൂ, 4000 കൊല്ലം കഴിയുമ്പോൾ ഒറിജിനൽ ആട്ടിൻകുട്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കണ്ടാൽ ലോകത്തിന്റെ പാപത്തെ ചുമതൊഴിക്കുന്ന ദൈവ കുഞ്ഞാണ് ഈ ആട്ടിൻകുട്ടി. ഗതസമന തോട്ടത്തിൽ കവിണ്ണു വീണതുപോലെ ഈ ആട്ടിൻകുട്ടി ഏതൻ തോട്ടത്തിൽ കവിണ്ണു വീണതുപോലെ മറ്റേ ആട്ടിൻകുട്ടി ഗതസമന തോട്ടത്തിൽ വീഴും. രക്തം വിയർപ്പുതുള്ളിയായി ഒഴുകും. പാപത്തെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറും. മുൾക്കിരീടം ചൂടും. കൈകാലുകൾ തുളയ്ക്കപ്പെടും. നാവണ്ണാക്കോട് പറ്റും. ഉഴവിച്ചാലുകൾ പോലെ നീളത്തിൽ കീറും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ. അനാദികാലം മുതൽ ബേത്ലഹേം വരെ പാപം അറിയാത്ത ക്രിസ്തു, ബേത്ലഹേം മുതൽ കാൽവറി വരെ പാപം ചെയ്യാത്ത ക്രിസ്തു, പുനരുത്ഥാനം മുതൽ ഇനി നിത്യത വരെ പാപമില്ലാത്ത ക്രിസ്തു. പാപിയെ നിനക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന കാഴ്ച ഇന്ന് രാത്രി നീ കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ മരിച്ച ക്രൂശ് മണ്ഡലത്തിന് നിദർശനമായി അവിടെ ചത്തയാട്ടൻകുട്ടി മരിച്ചത് കൊണ്ട് തോലുടുപ്പ് ഉണ്ടായതുപോലെ സ്നേഹിതേ, കുരിശിന്റെ അടിവാരത്തിലേക്ക് ഇന്ന് രാത്രി വരുമോ? നിന്റെ ആത്മീയ നഗ്നത മറയ്ക്കാൻ റെഡിമെയ്ഡ് വസ്ത്രം തയ്യാറായിരിക്കും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ദൈവിക വസ്ത്രഭണ്ഡാരത്തിന്റെ ഉദ്ഘാടന മഹായോഗം 33 തുടങ്ങി. ഓരോ കടയിലും ചെന്ന് നമ്മൾ വസ്ത്രങ്ങൾ പലത് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുന്നു. ഒന്നെടുക്കുന്നു, ഇത് കൊള്ളില്ല ഇടുന്നു, ഇതിൻ്റെ കളർ മോശം ഇടുന്നു, ഇങ്ങനെ പലത് തിരഞ്ഞെടുക്കുന്നു. സ്വർഗീയ വസ്ത്രഭണ്ഡാരത്തിലും പലവിധ വസ്ത്രങ്ങളുണ്ട്. ചിലത് മാത്രം ചൂണ്ടിക്കാണിച്ച് വേഗം ഇരിക്കാം. 30-ാം സങ്കീർത്തനം 11-12 വാക്യം വായിച്ചേ. 30-ന്റെ 11-12. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. ആമേൻ. നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സന്തോഷം എന്നെ രട്ട്. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കരിമ്പടം പുതയ്ക്കും. ഭക്തരായ ചില മതഭക്തരായ സ്ത്രീകൾ കരിമ്പടം പുതയ്ക്കാറില്ലേ? കണ്ണു മാത്രം എല്ലാവരെയും കൊണ്ട് കാണാം. ആർക്കും അവരെ കാണാൻ പറ്റത്തില്ല, അവർക്ക് എല്ലാവരെയും കാണാം. അതുപോലെ ഒരു കരിമ്പടം അക്കാലത്ത് ധരിക്കുന്നത് കഷ്ടതയെന്ന കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഈ രട്ട് മനുഷ്യൻ്റെ കഷ്ടതയെ ചിത്രീകരിക്കുന്നു. നമ്മൾ കഷ്ടപ്പെടാനല്ല ദൈവം നമ്മളെ ഉണ്ടാക്കിയത്, നിരന്തര സന്തോഷത്തിൽ, സമ്പർക്കത്തിൽ, സംസർഗത്തിൽ ജീവിക്കാൻ. പക്ഷെ പാപം ചെയ്തപ്പോൾ മനുഷ്യന് വന്ന ശാപം. ഉൽപ്പത്തി 3-ന്റെ 16, 17, 18 വായിച്ചാൽ, പുരുഷാ നീ എൻ്റെ കൽപ്പന ലംഘിച്ചു, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. നീ ഇനിമേൽ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും, മുഖത്തെ വിയർപ്പോടെ അപ്പം തിന്നും. സ്ത്രീയെ, നീ എൻ്റെ വാക്ക് ലംഘിച്ചു, പാമ്പിനെ അനുസരിച്ചു. നിന്റെ ജീവിതത്തിൽ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഞാൻ ഏറ്റവും വർദ്ധിപ്പിക്കും. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. കഷ്ടത പുരുഷനും സ്ത്രീക്കും ഏദൻ തോട്ടത്തിൽ പാപഫലമായി ലഭിച്ച ശാപമാണ്. കൽപ്പനയുടെ ലംഘനത്താൽ കഷ്ടത ഉരുവായി. അങ്ങനെ പാപം മൂലം ഏദൻ തോട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടൊഴുകിയ സന്താപസാഗരം വ്യക്തികളെ നനച്ചു, കുടുംബങ്ങളെ നനച്ചു, സമൂഹത്തെ നനച്ചു. ആഗോള വ്യാപകമായി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാത്ത ആരും ഇവിടെ ഇല്ല. എല്ലാവരും കഷ്ടപ്പെടുന്നു. തലവേദന മാറുമ്പോൾ നടുവേദന, മാറുമ്പോൾ മസിൽ വേദന, തീരുമ്പോൾ പല്ലുവേദന, പുലിവാല് കഴിയുമ്പോൾ ഗുലുമാല് കഴിയുമ്പോൾ നൂലാമാല. എന്തെങ്കിലും ഒരു വേദന ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട് വേദന. ജോയ് പാസ്റ്റർ പറയുന്ന കള്ളമാണ്. എനിക്ക് യാതൊരു അസുഖവും ഇല്ല, അടി മുതൽ മുടി വരെ എന്ന് പറഞ്ഞാൽ അതും ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. അതെന്തോ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ദിമാഗ് ഖരാബുകെ അറിയാമോ മക്കളെ? ഏദൻ തോട്ടത്തിലെ പാപത്തിന്റെ ഫലമായി പൊട്ടിപ്പുറപ്പെട്ട സന്താപസാഗരം തലമുറകളെ, വ്യക്തികളെ, കുടുംബത്തെ, സമൂഹത്തെ നനച്ചു. വേദത്താളുകളെ നനച്ചു. ഇയ്യോബിന്റെ പുസ്തകം വരെ ഒഴുകി വരുമ്പോൾ 5-ാമത്തെ അധ്യായം 6ഉം 7ഉം വാക്യങ്ങളിൽ കാണുന്നു, അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്ത് നിന്നുമല്ല, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. നീ എന്തിനാ ജനിച്ചത്? മാൻ ഈസ് ബോൺ ഫോർ അഫ്ലിക്ഷൻ.
പേജുകൾ മറിച്ചില്ലു. ജോ 14:1 സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. പേജുകൾ മറിച്ചില്ലു. ജ്യേഷ്ഠ സഹോദരൻ അഹരോന്റെ നിര്യാണ വേളയിൽ മോശ ചമച്ചെന്ന് കരുതപ്പെടുന്ന 90-ാം സങ്കീർത്തനം 10-11 ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും എന്ന് പറഞ്ഞാൽ പ്രഷറും ഷുഗറും മാത്രമാണ്. അറിയാമോ? വർദ്ധിക്കുകയാണ് ദിവസം തോറും. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. 3000 കൊല്ലത്തിന് മുമ്പാ പ്രാർത്ഥിച്ചത്, പ്രാവിനെ പോലെ ചിറക് തരണേ തരണേ. ഇന്ന് ആരും അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. സ്റ്റൈല് മാറി. വിസ തരണേ, പാസ്പോർട്ട് തരണേ, വിസ തരണേ, പാസ്പോർട്ട് തരണേ, പറന്നുപോയി വിശ്രമിക്കാം. പറന്നുപോയ 14 രാജ്യങ്ങൾ ഞാനും പോയി. ഇന്ത്യക്കാരൻ പറന്നുപോയെടുത്ത് അവർ പറയുന്നു, ജോയ് പാസ്റ്ററെ തിരിച്ചു പോകാൻ വല്ല വഴിയുണ്ടെങ്കിൽ നാട്ടിൽ പോയി വിശ്രമിക്കാം. മക്കളെ, രാജ്യം വിട്ട് മറ്റൊരു രാജ്യം വിട്ടത് കൊണ്ട് എത്തിയത് കൊണ്ട് നിനക്ക് വിശ്രാമം ലഭിക്കയില്ല. രട്ടടിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ അടുക്കൽ വന്ന് സന്തോഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സന്തോഷം. മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചു. ഓരോ കുട്ടിയും ഭൂതലത്തിൽ പിറക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ലേബർ റൂമിൽ റിസൾട്ടായി എന്ന് മറ്റുള്ളവർ അറിയുന്നത് സന്തോഷ പുഞ്ചിരിയുടെ ശബ്ദമല്ല, ഒരു കരച്ചിലോടുകൂടെയാണ്. പ്രസവ സമയത്ത് ആ കുഞ്ഞ് കരയുകയാണ്. തിരിച്ചു പോകണം. ഇരുട്ടുള്ള അറയിൽ നിന്ന് പ്രജ്വലിത മഹീതലത്തിലേക്ക് ഒന്ന് കുട്ടി കൈ തുറക്കൂ, കണ്ണ് തുറക്കൂ, കൈ കൊട്ടു, പുഞ്ചിരിക്കൂ. നിങ്ങൾ പറയും, അങ്കേങ്കോലോ മുട്ടിക്കോലോ മുഷ്കിരാവോ തലിബജാവോ ഖുഷിമനാവോ ഗീത് ഗാവോ. അങ്കേങ്കോലോ മുട്ടിക്കോലോ മുഷ്കിരാവോ തലിബജാവോ ഖുഷിമനാവോ ഗീത് ഗാവോ. കണ്ണ് തുറക്കൂ, കൈ തുറക്കൂ, കൈ വയ്ക്കൂ, പിന്നെ വാ തുറന്ന് പുഞ്ചിരിക്കൂ. ഇല്ല, കണ്ണ് 2 ഇറുക്കി പിടിച്ച് കൈ 2 കൂട്ടിയടച്ച് എന്ന് പറയാൻ കാരണം യോബ് 5:6-7 ഞാൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു, ഇന്നു മുതൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും, അനേകരെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും. അതാ കഷ്ടതയുടെ ഉദ്ഘാടനം. ദൈവത്തിന് സ്തോത്രം. 5 പെൺമക്കളെ പ്രസവിച്ചിട്ടാ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. 5 പെൺമക്കളുള്ള ഒരു ഇന്ത്യൻ കുടുംബത്തിൽ എന്തൊരു സന്തോഷമാണെന്ന് എല്ലാവർക്കും അറിയാം. കുഞ്ഞ് ജനിച്ച ആദ്യം ചോദിക്കും, മോനാന്നോ മോളാന്നോ അല്ലേ? അതെന്താ എത്ര പെട്ടെന്ന് ചോദിക്കുന്നേ? കുഞ്ഞൻ ജനിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞൻ തള്ളേ സുഖമാണോ? ക്വസ്റ്റ്യൻ നമ്പർ 1. നോർമലായിരുന്നോ സിസേറിയനാണോ? ക്വസ്റ്റ്യൻ നമ്പർ 2. ഹോസ്പിറ്റലാണോ വീട്ടിലാണോ? ക്വസ്റ്റ്യൻ നമ്പർ 3. പപ്പയെ പോലാണോ മമ്മിയെ പോലാണോ? ക്വസ്റ്റ്യൻ നമ്പർ 4. എന്തോ വെയിറ്റ് ഉണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 5. പിന്നെ ചോദിക്കേ, മോനാന്നോ മോളാന്നോ? ഈ ദീർഘക്ഷമ ആർക്കും ഇല്ല. എല്ലാവർക്കും മോനോ മോളോ? മോനാന്ന് കേൾക്കാമെങ്കിൽ ദൈവമേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത്. മോളാണെങ്കിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. അറിയാമോ? ആൺകുളന്തയാനാൽ കർത്തരിക്ക് മഹിമൈ, കർത്തരിക്ക് മഹിമൈ. പെൺകുളന്തയാനാൽ ആണ്ടവരുടെ ചിത്തം, ആണ്ടവരുടെ ചിത്തം. എൻ്റെ അമ്മ 5 പ്രാവശ്യം ആണ്ടവരുടെ ചിത്തം കേട്ടു. അറിയാമോ? ഓഹോ. ആൺകുളന്തയാനാൽ കർത്തരിക്ക് മഹിമൈ, പെൺകുളന്തയാനാൽ ആണ്ടവരുടെ ചിത്തം. അപ്പോഴമ്മ പ്രാർത്ഥിച്ച ഒരാൺകൊച്ചിനെ തരണേ. അങ്ങനെ 5 പെൺമക്കൾക്ക് ശേഷം ജനിച്ച ഒരാൺകൊച്ചാണ്. അന്ന് എല്ലാവരും സന്തോഷിച്ചു. കുന്നത്ത് ഒരു കുഞ്ഞാമ്മയ്ക്ക് ഒരു ആൺകൊച്ചുണ്ടായി. എല്ലാവരും ഗിഫ്റ്റ് വാങ്ങി വന്നു. ആ സന്തോഷത്തിലാണ് എനിക്ക് ജോയ് എന്ന് പേരിട്ടത്. എൻ്റെ അർത്ഥം സന്തോഷം. അന്ന് സന്തോഷിക്കാത്ത ഒരാളെ ഉള്ളൂ, അത് ജോയി ആയിരുന്നു. യേശു പറഞ്ഞു, കരയുന്നവരോടുകൂടെ കരയാൻ. പക്ഷെ എൻ്റെ കൂടെ ആരും കരഞ്ഞില്ല. അതിന് ഞാൻ പ്രതികാരം ചെയ്യും. എന്താ? ഞാൻ മരിക്കുമ്പോൾ അവരെല്ലാം കരയും, ഞാൻ സന്തോഷത്തോടെ എൻ്റെ സ്വർഗരാജ്യത്തിൽ പോകും. പ്രത്യാശയുള്ള കരങ്ങളടിച്ച സ്വന്തം ചെയ്തു. മക്കളെ, നീ ജനിച്ച ദിവസം നീ മാത്രമേ കരഞ്ഞുള്ളൂ. എല്ലാവരും സന്തോഷിച്ചു. പ്രസവിച്ച അമ്മയും ദുഃഖം മറന്ന് സന്തോഷിച്ചു. സാരമില്ല, നീ മരിക്കുമ്പോൾ അവരെല്ലാവരും കരയട്ടെ. നീ സന്തോഷത്തോടെ അക്കരെ നാട്ടിൽ പോകണമെങ്കിൽ നിന്റെ വിലാപം നൃത്തമാക്കി രട്ടടിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന യേശുക്രിസ്തു രാത്രി നമ്മുടെ നടുവിലുണ്ട്.
ധൈര്യത്തോടെ അവനെ കടന്നു പിടിച്ചുകൊള്ളൂ. യേശുവേ, ആ രക്തത്താൽ എന്നെ കഴുകണമേ, വെടിപ്പാക്കണേ, വിശുദ്ധീകരിക്കണേ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മക്കളെ, നിന്റെ വിലാപം നൃത്തമാക്കും, ഇരട്ട് സന്തോഷമാക്കും. പിന്നെ ദുഃഖം വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ദുഃഖത്തിലും വലിയൊരു സന്തോഷമുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രത്യാശയുള്ളവരുടെ കയ്യൊന്ന് കണ്ടു ഞാൻ ദൈവത്തിന് സ്തോത്രം. എന്തിനാ നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, രട്ടഴിച്ച് സന്തോഷം ഉടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടണം. എല്ലാവർക്കും അല്ലേലിയ പറയാൻ പറ്റത്തില്ല. ഇവിടെ എത്ര പറഞ്ഞാലും 21 വട്ടം പറയിപ്പിച്ചാലും 7 വട്ടം പറഞ്ഞാലും മിണ്ടാനൊക്കത്തില്ല. കാരണം 10 കോഴിമുട്ട ഇവിടെ കൊണ്ടുവന്നു. എത്ര ഉണർവുണ്ടെങ്കിലും കോഴിമുട്ട അനങ്ങത്തില്ല. പക്ഷെ കോഴിമുട്ടയ്ക്കകത്തുനിന്ന് കോഴിക്കുഞ്ഞ് വെളിയിൽ വന്നാൽ അതിന് അനങ്ങാതിരിക്കാൻ കോഴിയുടേതാ മുട്ട, കോഴിയുടേതാ കോഴിക്കുഞ്ഞ്. പക്ഷെ മുട്ട ഒന്നേ ജനിച്ചുള്ളൂ, കോഴിക്കുഞ്ഞ് വീണ്ടും ജനിച്ചതാ. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച മുട്ടകളെല്ലാം മിണ്ടാതിരിക്കട്ടെ, കോഴിക്കുഞ്ഞുങ്ങൾ മാത്രം കരകളടിച്ച് സ്തോത്രം ചെയ്ത. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിക്കണം മക്കളെ, പുതുതായി ജനിക്കണം, പുതുതായി. ക്രിസ്ത്യാനിയെ, തറവാട്ട് ജനിച്ച ക്രിസ്ത്യാനിയെ, നീയും വീണ്ടും ജനിച്ചെങ്കിലേ ദൈവരാജ്യത്തിൽ തികയുള്ളൂ. അവനെന്റെ കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. കുഴിയിൽ നിന്ന് കയറിയാൽ സ്തുതി പാടും. രട്ടടിച്ച് സന്തോഷം ഉടുപ്പിച്ചത് മൗനമായിരിക്കുക, ദൈവത്തിന് സ്തുതി പാടേണ്ടത് തന്നെ. യുവാക്കളും യുവതികളും വൃദ്ധരും ബാലരും ഇവരൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രമോഷൻ കിട്ടിയാൽ സൂപ്പർവിഷൻ മതി എന്നൊരു ചിന്തയുണ്ട് ചിലർക്ക്. അറിയാമോ, ടീച്ചറിന് പ്രമോഷൻ കിട്ടിയാൽ പിന്നെ പഠിപ്പിക്കണ്ട, പ്രിൻസിപ്പളായ പിന്നെ സൂപ്പർവൈസ് ചെയ്താൽ മതി. നേഴ്സ് സൂചി വെച്ച് ഹെഡ് നേഴ്സ്, വാർഡ് സിസ്റ്റർ, മേട്ടനായ പിന്നെ സൂചി വെക്കണ്ട. സൂചി വെക്കുന്ന ഒക്കുന്നുണ്ടോ നോക്കിയാൽ മതി. ഇടിക്കുന്ന പോലീസ് പോലും ഇടിച്ചിടിച്ച് വലിയ കോൺസ്റ്റബിൾ ആയാൽ പിന്നെ ഇടിക്കണ്ട, ഇടി ഒത്തോന്ന് നോക്കിയാൽ മതി. ഇതുപോലെ ഒത്തിരി ആളുകളും രക്ഷിക്കപ്പെട്ട കാലത്ത്, സ്നാനപ്പെട്ട കാലത്ത് ഒത്തിരി സ്തോത്രം ചെയ്യും. വലിയ പൊസിഷൻ, കമ്മിറ്റിയുടെ മെമ്പറും സെക്രട്ടറി ആയ പിന്നെ അല്ലെങ്കിൽ ഒത്തോ നോക്കിയിരിക്കും. നീ രാജാവായാലും ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരെ, പ്രഭുക്കന്മാരെ സ്തുതിപ്പിക്കുന്നവരായിരിക്കാനല്ല, സ്തുതിക്കുന്നവരുമായിരിക്കണം. കർത്താവിന്റെ ദാസന്മാർ സ്തോത്രം സ്തുതിച്ചാണ് ഇവർ മിണ്ടത്തില്ല. അങ്ങനെ അല്ല മക്കളെ, രാജാവ് സ്തുതിക്കണം, ന്യായാധിപനും സ്തുതിക്കണം. രട്ടടിച്ച് സന്തോഷം ഉടിപ്പിച്ചെങ്കിൽ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടണം. നിത്യത വരെ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു ഡിസൈൻ കാണും. യെശയ്യാവ് 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഉല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെ, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടിപ്പിച്ചിരിക്കുന്നു. ഡിസൈൻ നമ്പർ 1 സന്തോഷവസ്ത്രം. ഡിസൈൻ നമ്പർ 2 രക്ഷാവസ്ത്രം. സ്നേഹിതേ, ഉലകത്തിലെ ഒറ്റക്കടയിലും രക്ഷയുടെ വസ്ത്രമില്ല. അത് രക്ഷകന്റെ അടുക്കലേക്ക് കിട്ടുകയുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ആരാണ് രക്ഷകൻ? പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, പ്രഗത്ഭന്മാർ വന്നിട്ടുണ്ട്, പ്രശസ്തന്മാർ വന്നിട്ടുണ്ട്, മതകർത്താക്കൾ വന്നിട്ടുണ്ട്, ഗുരുക്കന്മാർ വന്നിട്ടുണ്ട് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ. പക്ഷേ പാപിക്ക് രക്ഷകനായി വന്നത് ഒറ്റയാളേ ഉള്ളൂ. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ വന്നവൻ യേശു മാത്രമേ ഉള്ളൂ. എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു, മതകർത്താക്കളെ നാം ആദരിക്കുന്നു. എല്ലാം ഒന്നല്ലേ? അല്ല മക്കളെ, മതങ്ങളിൽ ഗുരുക്കന്മാരുണ്ട്, ബൈബിളിൽ രക്ഷകനുണ്ട്. എന്താ വ്യത്യാസം? ഒരു കുഞ്ഞ് വെള്ളം കുടിച്ച് നദിയിൽ വീണ് ചാകുന്നു. താഴുമ്പോൾ ഗുരു വലിയ കര വന്നു കുട്ടിയോട് പറഞ്ഞു, മോനെ താഴോട്ട് പോകല്ലേടാ, വെള്ളം കുടിക്കല്ലേടാ, മൂക്കി വെള്ളം കയറല്ലേ മോനെ, വായിൽ വെള്ളം കയറല്ലേ, മനസാന്നിധ്യം നഷ്ടപ്പെടല്ലേ. ഇത് ഡയറക്റ്റ് അഗ്ലി വാട്ടറാ മോനെ, ബ്യൂട്ടിഫുൾ വാട്ടർ വീട്ടിൽ തരാം. ഇത് തണുത്ത വെള്ളം മോനെ, തിളപ്പിച്ചാർച്ചത് വീട്ടിൽ തരാം. കുടിക്കല്ലേ, താഴോട്ട് പോകല്ലേ, മൂക്കി വെള്ളം കയറല്ലേ, വായു വെള്ളം കയറ. ഗുരുവിൻ്റെ ഗുണദോഷം പരമാർത്ഥമാണ്. പക്ഷേ ആലംബഹീനമായി ആശയത്തെ മുങ്ങുന്ന കുട്ടിക്ക് ഗുരുവിൻ്റെ ഗുണദോഷമല്ല ആവശ്യം.
രക്ഷകൻ പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങി കുട്ടിയെ തോളിലെടുത്ത് കൊണ്ടുവരുന്നവനാണ് രക്ഷകൻ. ഇതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. നമുക്ക് എത്ര പേർ കരങ്ങളടിച്ചൊരു സ്തോത്രം ചെയ്യാൻ കഴിയുമോ? പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത്. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. യേശുവിൻ്റെ തിരു നാമത്തിനു ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി പാപിയായുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പാപത്തിന്റെ ശിക്ഷ സ്വന്തത്തോളിലേറ്റു തലയിൽ മുൾക്കിരീടം ചൂടി കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു. വണ്ണാക്കൂട് പറ്റി രോമം വലിച്ചു പറിക്കപ്പെട്ടു. ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്കായി ക്രൂശിൽ കിടന്നുകൊണ്ട് ധാരധാരയായി ചോര ഒഴുക്കിയ രക്ഷകനെ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട്. മകളെ, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ഇനി പാപം ചെയ്യരുത്. ഇവനാണ് രക്ഷകൻ. ദൈവത്തിന് സ്തോത്രം. ഇനി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി നിന്ന ക്രിസ്തുവാണ് രക്ഷകൻ. അല്ലാതെ രക്ഷകൻ ലോകത്തിലില്ല. കേരള സംസ്ഥാനമേ, ഇന്ത്യ മഹാരാജ്യമേ, ഏഷ്യ ഭൂഖണ്ഡമേ, ഭൂസീമാവാസികളെ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കു മുകളിൽ മനുഷ്യരുടെ ഇടയിൽ പാപിക്ക് രക്ഷകൻ യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു മാത്രം. കരങ്ങൾ അടിച്ചവർ മഹത്വം കൊടുക്കുവീ. നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ പാപക്കറ കഴുകിക്കളയുകയല്ല, രക്ഷയുടെ വസ്ത്രമിടും. അതിട്ടാൽ ഐ ആം സേവ്ഡ്. രക്ഷയുടെ നിർണയമുണ്ടാകും. ഒത്തിരി ക്രിസ്ത്യാനികളോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടോ? ആ, ക്രിസ്തുമസ് അപ്പൂപ്പനെ ഉണ്ടാക്കി ആടിപ്പാടി ചാടിത്തുള്ളി വ്യാഴാഴ്ച രാത്രി എൻട്രിയപ്പം തിന്നു നടക്കുന്നു. രക്ഷിക്കപ്പെട്ടോ? പാസ്റ്ററെ, ഇത് ചോദിച്ചാൽ എൻ്റെ ഉള്ള വിശ്വാസം കൂടെ പോകുമെന്ന് പറയുന്ന ക്രിസ്ത്യാനിയുണ്ട്. വിവരം കേട്ടവനെ, നീ അമ്മേൻ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നവരുണ്ട്. മക്കളെ, ഇത് അറിയാത്ത കാര്യമല്ല. ചിലപ്പോഴൊക്കെ തോന്നുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടോ. ഞാൻ ചോദിക്കും, നീ എന്നെ കല്യാണം കഴിപ്പിച്ചാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ തോന്നുന്നു എന്നെ കല്യാണം കഴിപ്പിച്ചാൽ. ഞാൻ അസുഖം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സുഖം വരണം. ഭയങ്കര സീരിയസ് ആണ്. വല്ലപ്പോഴും തോന്നുന്നതല്ല കല്യാണം. അതുവരെയുള്ള ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു വ്യക്തിയുമായി കൈകൊടുത്ത് പുതുജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ് മക്കളെ വിവാഹം. അർദ്ധരാത്രി 12 മണിക്ക് ചോദിച്ചാലും വിവാഹിതയ്ക്കറിയാം, വിവാഹിതനറിയാം ഐ ആം മാരീഡ് എങ്കിൽ ഇതുപോലെ നിശ്ചയമാണ്. ആത്മമണവാളനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച നിശ്ചയമുള്ള കൈയൊന്ന് കണ്ടു ഞാൻ. Man, are you saved? Woman, are you saved? കുഞ്ഞേ, യുവാവേ, യുവതിയെ, സഹോദര, സഹോദരി, നിന്റെ അന്തരാത്മാവിനൊരു ബോധമുണ്ടോ? ഇന്ന് രാത്രി എൻ്റെ യേശു വന്നാൽ ഞാൻ യേശുവിനോട് കാണും. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നു രക്ഷിക്കപ്പെട്ടു എന്ന നിശ്ചയമില്ലെങ്കിൽ ഇന്ന് രാത്രി, ഈ സമാപന രാത്രി നിന്റെ രക്ഷയുടെ ദിവസമായി തീരട്ടെ. രക്ഷാവസ്ത്രം, നീതി, ഒരങ്കിയിടുക. പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, പാപത്തിൽ മരിച്ച പാപി പാതാളത്തിലോട്ട് പോകും. അതിനു മുമ്പേ ഓടി യേശുവിൻ്റെ അടുക്കൽ വന്നു. കെ ജോയ്, പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, പാപത്തിൽ മരിച്ചു, നരകത്തിലോട്ട് പോകാൻ അറസ്റ്റ് വാറണ്ടുമായി സാത്താൻ വരുന്നതിന് മുമ്പ് ഞാൻ ഓടി യേശുവിൻ്റെ അടുക്കലെത്തി. അരുമനാഥ, എന്നെ കഴുകണമേ, രക്ഷിക്കണം നിലവിളിച്ചപ്പം യേശു തമ്പുരാൻ ഒരു ഉടുപ്പുണ്ട്. നീതി, ക്രിസ്തുവിൻ്റെ നീതിയുടെ വസ്ത്രം എൻ്റെ മേലിട്ടു. ജീസസ് ക്രൈസ്റ്റ് എൻ്റെ പുറത്ത് ക്രിസ്തുവിൻ്റെ ഓവർകോട്ടിനകത്ത് എന്നെ മറച്ചു. ജീസസ് മരണ സമയത്ത് സാത്താൻ വന്നു. ഹലോ, എന്തിനാ മരിച്ചു കൊണ്ടുവന്ന? ആരാ ഇവിടെ നോക്ക്. കെ ജോയ്, അയ്യോ അത് ചത്തുപോയി. ഇപ്പം ആരാ നോക്ക്? യേശു ക്രിസ്തുവാ ജീവിക്കുന്നേ. ക്രിസ്തുവിൻ്റെ നീതി വസ്ത്രത്തിൽ പൊതിഞ്ഞു. സാത്താൻ പമ്പ കടന്നു, ഞാൻ നീതീകരിക്കപ്പെട്ടു. എത്ര പേർ കരങ്ങൾ അടിച്ചൊരു സ്തോത്രം ചെയ്യാൻ? നീതി ശാപത്താൽ എന്നിൽ വന്ന ശാപക്കാരകൾ നീക്കി ശോഭിത നീതി വസ്ത്രം
ആഭരണമായി നൽകി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. കുഞ്ഞെ, ഈ നീതി വസ്ത്രം ഇല്ലെങ്കിൽ, ക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രത്തിൽ നീ പൊതിയപ്പെടണം. പിന്നെ നിന്നെ തൊടാൻ സാത്താൻ അനുവാദമില്ല. മത്തായി 22:11 വേറൊരു ഡിസൈൻ. മത്തായി 22:11, 12, 13. വിരുന്നുകാരെ നോക്കുവാൻ യെസ് ബ്രദർ, രാജാവ് അകത്തു വന്നപ്പോൾ യെസ്, കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ കണ്ടു. സ്നേഹിത, യെസ്, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവര് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവി, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ വസ്ത്രത്തിന് സന്തോഷ വസ്ത്രം, രക്ഷാവസ്ത്രം, നീതിയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം എന്ന് പേരുണ്ട്. കാരണം ക്രിസ്തു സഭയുമുള്ള ബന്ധം ഒരു മണവാട്ടിയായുള്ള ബന്ധമായി ബൈബിൾ ചിത്രീകരിക്കുന്നു. 10,000 പേരുകളിൽ പരമസുന്ദരനായി യേശു ക്രിസ്തുവിന് മണവാളനായി വരാൻ പോവുകയാണ്. അവന് വേണ്ടി അണിഞ്ഞൊരുക്കുന്ന ഒരു സഭയുണ്ട്. വിവാഹ ശുശ്രൂഷ നിങ്ങൾ കാണുമല്ലോ. മണവാളനും മണവാട്ടിയും അവർക്കായി ഒരുക്കിയിരിക്കുന്ന സീറ്റിലേക്ക് വരാൻ പറയുമ്പോൾ, മണവാളൻ വന്നു കഴിയുമ്പോൾ എത്ര വേഗത്തിൽ ഓടിയാലും അർഹതയില്ലാത്ത ഒരാൾ അവിടെ വരികയില്ല. അറിയാമോ? ഒറ്റ യുവതി ഉണ്ടായിരിക്കും. ആ യുവതിക്ക് മാത്രം 650 കോടി ആളുകളിൽ അന്നത്തെ മണവാളൻ്റെ വലത്തുവശത്ത് നിൽക്കാൻ ഒറ്റ മണവാട്ടിയേ ഉള്ളൂ. കാരണം അവിടുന്ന് വന്നതിൽ ചീട്ടിട്ടെടുത്തതല്ല, ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നവൾ അവൾ മാത്രമാണ്. ഇതുപോലെ അന്നത്തെ ദിവസം ഒരു വ്യക്തിയല്ല, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു സമൂഹമുണ്ട്. എന്ന് വരും, എപ്പോൾ വരും എൻ്റെ ആത്മമണവാളൻ ഓർത്തുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിക്ക് അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. കപടഭക്തിയുടെ വേഷം കണ്ടാൽ അവിടെ നിൽക്കാനൊക്കെയില്ല. നാമധേയ ക്രിസ്ത്യാനി, സത്യക്രിസ്ത്യാനി എന്ന് വേർതിരിയാൻ പോവുകയാണ്. എല്ലാ ഉടയിലും നടയിലും വേഷത്തിലും ഭാഷത്തിലും കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. അവരുടെ ജീവിത വസ്ത്രം അവർ സൂക്ഷിക്കുന്നവരാണ്. ആ വിവാഹ വസ്ത്രം കുഞ്ഞാടിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന മണവാട്ടിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ഈ ആത്മീയ വസ്ത്രമില്ലെങ്കിൽ ഇന്ന് രാത്രി സുപ്രസാദ കാലം. ദൈവത്തിന് സ്തോത്രം. യേശു എന്ന ആത്മമണവാളന് വേണ്ടി ഒരുക്കപ്പെടുന്നു എന്നതിൻ്റെ നിദർശനമാണ്. ഇത് റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിക്കൂ. ലൂക്ക് 15:22. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് ഇടുവീൻ. ആത്മനി സഹോദര സഹോദരി, അപ്പന്റെ വീട് വിട്ടുപോയ ഒരു മകൻ സമ്പത്ത് മുഴുവൻ നാനാവിധമാക്കി ദുർനടപ്പുകാരനായി ജീവിച്ചു, സകലതും ചെലവഴിച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിച്ചവൻ സുബോധം വന്നിട്ട് ചെന്നു, ഞാൻ എന്തിനാ ഈ പന്നിയുടെ തീറ്റ് തിന്നുന്നത്? എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് കീറി നാറിയ നാറ്റമുള്ള ദുർഗന്ധമുള്ള ആ വസ്ത്രത്തോടുകൂടെ മന്നം നടന്നു വരികയാണ്. അപ്പ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. 3 വാചകം പറയാനും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ ഒറ്റ വാചകവും പറയാതെ തന്നെ ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മോൻ കാണുന്നതിന് മുൻപേ അപ്പൻ കണ്ടെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, ഈ പന്നി തിന്നുന്ന വാളവരെ അങ്ങ് വിട്. ആമേൻ, സ്തോത്രം. ഈ സിഗരറ്റ് വലിയും ബീഡി വലിയും കള്ളുകൂടിയും മദ്യപാനുമായ പിശാചിൻ്റെ മൂത്രമൊക്കെ വിട്ടേച്ച് അപ്പൻ്റെ ഭവനത്തിൽ മടങ്ങി വരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് പറയുക. ഈ നോവലും ഡ്രാമയും സിനിമയും ഇതൊക്കെ പന്നിയുടെ തീറ്റയാ മക്കളെ. വിട്ടിലിതാ സ്വർഗത്തിൻ്റെ ഭോജനം ഇവിടെ തയ്യാറായി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്ന സ്തോത്രം. അപ്പനെ മകൻ കാണും മുമ്പേ സ്തോത്രം അപ്പൻ മകനെ കണ്ടുവെങ്കിൽ അനുതാപത്തിന്റെ കണ്ണുകളേക്കാൾ വേഗതയുള്ള കണ്ണാണ് ദൈവകൃപയുടെ കണ്ണ്. മകൻ നടന്നു വരുന്നു, അപ്പൻ ഓടിച്ചെല്ലുന്നെങ്കിൽ മക്കളെ 10 ചുവട് നീ അടുത്ത് വരാമെങ്കിൽ 100 ചുവട് നിന്റെ അടുക്കൽ വരുന്ന ഒരു പിതാവാണ് ഇന്ന് രാത്രി നമ്മുടെ മക്കൾ. ദൈവത്തിന് സ്തോത്രമുണ്ട്. ഓടിച്ചെന്ന് കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുമ്മനം ചെയ്തു.
വേഗം മേൽത്തരമായ അങ്കി കൊണ്ട് ഇവനെ ധരിപ്പിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ബെസ്റ്റായിട്ടുള്ള മേൽത്തരമായ അങ്കി ഇന്ന് രാത്രിയിലും തയ്യാറാണ്. ഇതൊരു പ്രക്രിയയിൽ കൂടാണ്. അതെങ്ങനാ ഈ അങ്കി ധരിക്കാൻ? ഗലാത്യ ലേഖനം 3:26-27, Galatians 3:26 onwards. വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ എല്ലാവരും ദൈവത്തിന്റെ നിങ്ങളെല്ലാവരും ദൈവമക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവിനെ ധരിച്ചു. ഇത് ജലസ്നാനം എന്ന പ്രക്രിയയിൽ കൂടാണ് ക്രിസ്തുവിനെ ധരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ജലസ്നാനം ഏൽക്കുമ്പോൾ നീ ക്രിസ്തുവിനോട് ചേരുകയാണ്, ധരിക്കുക. ഒരു കല്യാണം ആലോചിച്ചു, ഉറപ്പിച്ചു. ചെറുക്കന് പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെ ഒക്കെ ഇഷ്ടപ്പെട്ടു. വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ വിവാഹത്തിന്റെ ശുശ്രൂഷ കൂടെ നടക്കണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ വിവാഹ നിയുക്തിത ദിവസം മണവാളൻ ഒരുങ്ങി വരുന്നു, മണവാട്ടി ഒരുങ്ങി വരുന്നു. ഇരുവരും വേദിയിലെത്തുന്നു. ഉഭയസമ്മതത്തിന് ശേഷം കാർമ്മികൻ വിളിച്ചു പറയുന്നു, ഇപ്പോൾ മുതൽ ഇവർ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു. ഇത് തന്നെ ആ സ്നാനം. നീ യോഗത്തിരുന്നു, കൈപൊക്കി, യേശുവേ ഞാൻ നിന്നെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. മക്കളെ, യേശുവിന് നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്ക് യേശുവിനെ ഇഷ്ടപ്പെട്ടു. സോറി, രണ്ടുപേരും രണ്ടിടത്താന്നേ ഉള്ളൂ. പക്ഷേ ക്രിസ്തുവിനോട് ചേരണോ, ക്രിസ്തുവിനെ ധരിക്കണമോ? ജയം ജയം ഹല്ലേലൂയ ഇതുപോലെ പാട്ട് പാടുമ്പോൾ മര്യാദയ്ക്ക് വെള്ളത്തിലോട്ട് നീ ഇറങ്ങിച്ചെല്ലണം. കൈകൂപ്പി നിൽക്കുമ്പോൾ നീ പറയുന്നു, ഞാൻ എന്തിനാ അന്ന് രാത്രി കൈപൊക്കിന്നറിയാമോ? എൻ്റെ പ്രാണനാഥൻ പാപികൾക്ക് വേണ്ടി മരിച്ചതുപോലെ എൻ്റെ പഴയ പാപപ്രകൃതിക്ക് ഞാൻ മരിച്ചിരിക്കുന്നു. പ്രാണനാഥൻ അരിമത്യ യോസേപ്പിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടതുപോലെ ഈ ജലക്കല്ലറയിൽ ഞാൻ കുഴിച്ചിടുന്നു. എൻ്റെ പാപത്തെ കുഴിച്ചിടുന്നു. അരുമനാഥൻ ഉയർത്തതുപോലെ ഞാൻ ഉയർത്തിരിക്കുന്നു. ഇങ്ങനെ മരണം അടക്കം ഉയർപ്പായി പ്രതീകമായ ജലസ്നാനത്താൽ മാത്രമേ നീ ക്രിസ്തുവിനെ ധരിക്കുകയുള്ളൂ. ഇന്ന് രാത്രി വരെ ജലസ്നാനത്താൽ യേശുവിനോട് ചേരാത്ത ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി നീ ക്രിസ്തുവിനെ ധരിക്കണം. പാസ്റ്ററെ, അതെനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലല്ലോ. ഒരാൾ പറയുക, എനിക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലല്ലോ സ്നാനപ്പെടാൻ. മക്കളെ, മോദി ഗവൺമെൻറ് നോട്ട് അസാധുവാക്കിയല്ലോ, 1000-500. ഇത് അസാധുവാക്കിയിട്ട് പിന്നെ നീ മാർക്കറ്റിൽ ചെല്ലുക ഈ പഴയ നോട്ടും കൊണ്ട്. എന്താ ഇത് മാറി? എനിക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലല്ലോ. എടാ മൂടാ, നിനക്ക് വെളിപ്പെട്ട് കിട്ടാനില്ല, മര്യാദക്ക് പേപ്പർ വായിച്ചേച്ചു വാ. മനസ്സിലായോ? ഇതുപോലെ നിനക്ക് വെളിപ്പെടാനല്ല, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വേദപുസ്തകത്തിൽ കിട്ടിയ വെളിപ്പാടിനനുസരിച്ച് സ്നാനമേറ്റവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. അതിലാണ് നീ ക്രിസ്തുവിനെ ധരിച്ചെങ്കിൽ നിന്റെ ഉടുപ്പിനെ ഇനി മലിനമാക്കരുത്. പെട്ടെന്ന് മലിനമാക്കാൻ വേഗം മതി, പക്ഷേ ഉടുപ്പ് അഴുക്കാക്കാൻ അല്പസമയം മതി. പക്ഷേ ഉടുപ്പിനെ, ജീവിത വസ്ത്രത്തെ മാലിന്യമില്ലാതെ കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം തുടങ്ങിയ അശുദ്ധിയിലേക്ക് നീങ്ങാതെ പരിശുദ്ധമായ ജീവിതം ചെയ്താൽ നിനക്ക് വെള്ളയുടുപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കുക. വസ്ത്രത്തിന് 2 ലെയറുണ്ട്. ഒന്ന് അടിവസ്ത്രം, 2 മേൽവസ്ത്രം. ഒന്ന് ഉള്ളങ്കി, മറ്റത് മേലങ്കി. അതോട് വേഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 28:40 മുതൽ വായിച്ച് ഇസ്രായേലിലെ മഹാപുരോഹിതന്റെ വസ്ത്രം. എല്ലാവരും വായിക്കൂ, എല്ലാവരും നോക്കൂ. പുറപ്പാട് 28:40 മുതൽ. അഹ്റോന്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. പിന്നെ അവ നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂർണവും ചെയ്ത് ശുദ്ധീകരിക്കണം. ജോയ് പാസ്റ്റർ, ഇത് അച്ഛന്മാരുടെ സെമിനാരിയിലല്ലേ പറയേണ്ടത്? ഞങ്ങൾ ആരും അച്ഛന്മാരല്ല. എൻ്റെ പൊന്നു മക്കളെ, എനിക്കും അറിയാം ഞാൻ ഏത് സെമിനാരിലാണ് നിൽക്കുന്നതെന്ന്. ഇവിടെ ഒറ്റ അച്ഛനുമില്ല, ഒരു മസ്ക്യാമയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ചുറ്റും ഇരിക്കുന്ന വലിയ കൂട്ടം രാജകീയ പുരോഹിത വർഗം. അവർ മാത്രം ദൈവത്തിന് സ്വതന്ത്രം ചെയ്യാം. അപ്പൊ അച്ഛന്മാർക്ക് വേണ്ടിയില്ല, നമുക്ക് വേണ്ടിയാണ്. അവർ ചുറ്റും വരുമ്പം തന്നെ ഒരു വസ്ത്രമുണ്ട്. മാർപ്പതക്കം, നടുക്കെട്ട്, തലപ്പാവ്, നീളക്കുപ്പായം. ഇതിട്ട് വരുമ്പോൾ എല്ലാവരും പറയും, മാറടാ പുരോഹിതൻ വരുന്നു, ഒന്ന് കാണാനുണ്ട്. ഏഫോദ്, മാർപ്പതക്കം, തലപ്പാവ്, നടുക്കെട്ട്, ഇതെല്ലാം ഉണ്ട് പുരോഹിത വസ്ത്രത്തിൽ. മേൽവസ്ത്രം. ഇനി ഒരുത്തരം കണ്ണ് കാണാൻ വയ്യ, കുരുടന. പക്ഷെ അവന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. വരുമ്പോ എന്തോ ഇത്, ഈ കുപ്പായത്തിനടിക്ക് പൊന്മണിയും മാതളപ്പഴം തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കൂട്ടിയടിക്കുമ്പോൾ പൊട്ടക്കണ്ണനും മനസ്സിലാവും പുരോഹിതൻ വരുന്നു. കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ഇനി ഒരുത്തിന് കണ്ണും കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ. അവന് മണത്തറിയാം. കാരണം അവൻ്റെ തലയിൽ ഒരു അഭിഷേക തൈലമുണ്ട്. ആ
ആ തൈല സുഗന്ധ ലവംഗം കൊണ്ടുള്ളതാ. ഇടിച്ചു പൊടിച്ച് തലയിലോട്ടൊഴിച്ച് താടിയിൽ കൂടെ ഒഴുകി വസ്ത്രത്തിന് വെളുമ്പ് വരെ വരുമ്പോൾ കണ്ണ് കാണാൻ വയ്യ, ചെവിയും കേൾക്കാൻ വയ്യാത്തവൻ മണത്തറിയാം. കാണാനുണ്ട്, കേൾക്കാനുണ്ട്, മണക്കാനുണ്ട് പുരോഹിതന്റെ വസ്ത്രം. ഇതാണ് മേൽവസ്ത്രം. ഇനി ഒരു അടിവസ്ത്രമുണ്ട്, അതാണ് സൂക്ഷിക്കണം. 42 വാക്യം വായിച്ചേ, പുറപ്പാട് 28:42. അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. ചണനൂൽ കൊണ്ട് ഒരു കാൽച്ചട്ട ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുടവരെയെത്തേണം. അടുത്തത് അഹരോനും അവന്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കയറുമ്പോഴും യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴും കുറ്റം ചുമത്താതിരിക്കേണ്ടതിന് ചത്തടിയാതിരിക്കുവാൻ അവർ അത് ധരിക്കണം. മാർപ്പതക്കം, നീളക്കുപ്പായം, തലപ്പാവ്, നടുക്കെട്ട്, കിങ്ങിടിയുടെ പൊന്മണി. ഇതിലൊന്ന് കുറഞ്ഞു പോയ ചത്തുപോകത്തില്ല. പക്ഷെ ഒരു അടിവസ്ത്രമുണ്ട് കേട്ടോ, ഉള്ളങ്കി. അത് ധരിക്കാതെ സ്റ്റേജിൽ കയറി ഷൈൻ ചെയ്താലുണ്ടല്ലോ മക്കളെ, ചത്തു നീ അടിയും. മറ്റേത് കാണാനുണ്ട്, കേൾക്കാനുണ്ട്, മണക്കാനുണ്ട്. ഈ അടിവസ്ത്രം ലോകത്തിൽ ആർക്കും കാണാനൊക്കത്തില്ല, കേൾക്കാനൊക്കത്തില്ല, മണക്കാനൊക്കത്തില്ല. അത് രഹസ്യമാണെങ്കിൽ എന്താ ഈ മേൽവസ്ത്രം? ദൈവസഭയ്ക്കകത്തും സ്റ്റേജിൽ നിന്റെ തുള്ളലാണ്. എന്താ അടിവസ്ത്രം? നിന്റെ രഹസ്യ ജീവിതമാണ്, നിന്റെ രഹസ്യ ജീവിതമാണ്. അതുണ്ടോ എന്തെന്ന് 3 പേർക്ക് അറിയാൻ പറ്റും. നമ്പർ 1, അവരവർക്കറിയാം. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ തിങ്കളാഴ്ച എവിടെ ആയിരുന്നു, ചൊവ്വാഴ്ച എവിടെ ആയിരുന്നു, രാത്രികളിൽ എവിടെ ആയിരുന്നു, എവിടൊക്കെയാണ് നീ കിടന്നത്, എവിടെയാണ് നീ ഉറങ്ങിയത്, ഹോസ്റ്റൽ ജീവിതം എന്തായിരുന്നു മക്കളെ, കോളേജ് ജീവിതം എന്തായിരുന്നു, സകലതും അറിയാൻ നിനക്ക് കഴിയും. 2, ഭക്തന്മാരിൽ ദൃഷ്ടി വെക്കുന്ന പിശാചിനറിയാം. 3, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിനറിയാം. അതല്ലാതെ നീ അടിവസ്ത്രമിടാതെ മേൽവസ്ത്രമിട്ട് ഷൈൻ ചെയ്താൽ ചത്തടിയും. എത്ര പേരാ സ്റ്റേജ് ഇളക്കിയവർ? ഊതി വീഴ്ത്തൽ, ഉന്തി വീഴ്ത്തൽ, വിശുദ്ധ കൊര, വിശുദ്ധ ഛർദി എല്ലാം പോയി. എവിടെ പോയി? ഖാസ് ഫൂസ് തീർന്നു പോയി. കാരണം എന്താ? ആ ഉള്ളങ്കി ശരിയായിട്ടേ മേലങ്കി ശരിയാക്കാവൂ. രഹസ്യ ജീവിതം ക്ലീൻ ചെയ്തിട്ട് വേണം ദൈവസഭയിൽ ഷൈൻ ചെയ്യാൻ എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ വഴിയുണ്ട്? സഹോദരാ, സഹോദരി, ആരും അറിയാത്ത രഹസ്യ ജീവിതം ഉള്ളങ്കി ക്ലീൻ ആയിട്ട് വേണം മേലങ്കി ഇടാൻ. ദൈവത്തിന് സ്തോത്രം. ഇതില്ലാത്തൊരു ചെറുപ്പക്കാരനെ കാണിച്ചു തരാം. മർക്കോസ് 14:51-52. മർക്കോസ് വിശേഷം 14-ാം അധ്യായം 51-52 വായിച്ച്. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചു, ശരീരത്തിൽ ഒരു പുതപ്പും പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ അവനെ പിടിച്ചു. അവനെ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അതുവരെ ഒരു യോഗത്തിനും വന്നിട്ടില്ല. ലാസ്റ്റ് നൈറ്റ് വരാനിരുന്നതാ. അവസാനം അവൻ കുളിച്ച് അമ്മൻ തോർത്തി ഒരു ബെഡ്ഷീറ്റും പുതച്ചുകൊണ്ട് അങ്ങ് നടക്കുക. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക് എന്ന് വരുക. പാട്ട് പഴയതാ, ഗായകൻ പുതിയതാ. ഒരു കമ്മിറ്റി മെമ്പർ പറയുന്നു, ബ്രദറെ എവിടുന്ന് വന്നാ? പിടിച്ചത് ബെഡ്ഷീറ്റില്ല. ഫസ്റ്റ് ബർത്ത്ഡേ പോലെ ആയിപ്പോയി. എന്നിട്ടും പാട്ട് നിർത്തുവോ? തിരിഞ്ഞു ഓടുമ്പം നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. നിങ്ങളിപ്പോൾ ചിരിക്കാൻ കാരണം, സ്തോത്രം, പാറശാലയിൽ കൂടെ ഒരു ചെറുപ്പക്കാരൻ ഓടുന്ന ചിത്രം കണ്ടതാ. എല്ലാവരും ചെറു നിർത്തിയായിട്ട് ചിന്തിക്കൂ. ഈ അവസ്ഥ ആയിരക്കണക്കിന് വിശ്വാസികളുടെ ലോകത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിന്നെ നഗ്നതയിൽ നടത്തുന്ന ദിവസമുണ്ടോ നിനക്കറിയാമോ? ആ ബാല്യം രക്ഷപ്പെടാമായിരുന്നു. അടിവസ്ത്രമില്ലാതെ മേൽവസ്ത്രം ധരിച്ചു. എന്നാൽ ഒരു ദിവസം കപട ഭക്തി, ഹിപ്പോക്രസി, ആടുന്നു, ചാടുന്നു, തുള്ളുന്നു, പ്രസംഗിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, ഒത്തിരി കാര്യം പ്രകടനമാണ് മക്കളെ. പക്ഷേ ആന്തരിക വിശുദ്ധിയെ നോക്കുന്ന ഒരുവൻ ഇന്ന് രാത്രിയിലുണ്ട്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിക്കണം. കപടഭക്തി. യേശു ശപിച്ചത് ഒറ്റ കൂട്ടരല്ലേ ഉള്ളൂ. യേശുവിനെ ഇടിച്ചവരുണ്ട്, അടിച്ചവരുണ്ട്, തുപ്പിയവരുണ്ട്, രോമം വലിച്ചവരുണ്ട്. മുടിഞ്ഞു പോകട്ടെ. യേശു പറഞ്ഞില്ല, ഫാദർ ഫൊർഗീവ് ദം, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണേ. നഗരത്തെ കണ്ട് മനസ്സലിഞ്ഞ് കരഞ്ഞതേ ഉള്ളൂ. എന്നാൽ യേശു ശപിച്ചത് കപടഭക്തരെ മാത്രമാണ്. കപടഭക്തൻ കുളത്തിന്റെ കരയിൽ ഇരിക്കുന്ന വെളുത്ത കൊക്കിനെ കണ്ടിട്ടുണ്ടോ? വെളുത്ത കൊക്ക് കുളത്തിന്റെ കരയിൽ
പിന്നെ കരയിൽ ഇങ്ങനെ ഇരിക്കും, പകുതി കണ്ണടച്ചും പകുതി കണ്ണ് തുറന്നും ഇരിക്കുന്നു. മത്സ്യക്കുഞ്ഞുങ്ങളും തവളക്കുഞ്ഞുങ്ങളും ഒക്കെ വിചാരിക്കും ഞങ്ങളുടെ കൊക്കപ്പച്ചൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നീണ്ട ദിവസം ഇങ്ങനെ ഇരിക്കുമോ. പക്ഷെ എൻ്റെ ചുണ്ടിനോടടുത്ത് ഒരു തവളക്കുഞ്ഞോ മത്സ്യക്കുഞ്ഞോ വരുമ്പോൾ കൊത്തി വിഴുകുന്ന വെളുത്ത കൊക്കിൻ്റെ ആകം കറുത്തതാണ് കേട്ടത്. ഒത്തിരി പേര് പാപം ചെയ്യാതിരിക്കുന്നത് ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ്. ചാൻസ് പകുതി കണ്ണടച്ച് പകുതി കണ്ണ് തുറന്ന് ചാൻസ് ഇല്ല. അതല്ല വിശുദ്ധി. സകലവിധ സാഹചര്യങ്ങളും കള്ളക്കണക്കെഴുതാൻ, കള്ളയൊപ്പിടാൻ, കള്ളത്തരം പറയാൻ, വഞ്ചന കാണിക്കാൻ, നിന്റെ ഭാര്യയെ വഞ്ചിക്കാൻ, നിന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ, ദുർമാർഗം ആചരിപ്പാൻ സാഹചര്യങ്ങൾ മുഴുവനും അനുകൂലമാകുമ്പോഴും യഹോവയുടെ മുൻപിൽ ഞാൻ ഈ മഹാദോഷം ചെയ്യുന്നത് എങ്ങനെ? ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തിന് മുൻപിൽ ഈ മഹാദോഷം ചെയ്യും എന്നോർത്തുകൊണ്ട് രക്ഷപ്പെടുന്നവരാണ് യഥാർത്ഥ ഭക്ത ശിരോമണികൾ. ആമേൻ. ഒരു ദിവസം നഗ്നതയിൽ ഓടിക്കുന്ന വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് 16:15 വാക്യം വേഗം വായിക്കും. Revelation 16:15. കള്ളനെ പോലെ വരും, കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുവാൻ നഗ്നനായി നടക്കാതിരിപ്പാൻ ഉടുപ്പ് സൂക്ഷിച്ചു ജാഗരിച്ചും കൊള്ളുവാൻ ഭാഗ്യവാനെ പോലെ യേശു വരുമ്പോ നഗ്നതയിൽ നടക്കാനിടയാകരുത്. ഒരിടത്തുകൂടി രക്ഷപ്പെടാനാവില്ല. അഗ്നിജ്വാലയ്ക്കത്തെ കണ്ടുള്ള ദൈവം മുൻപാകെ നിന്റെ ഉള്ള അവസ്ഥ വെളിപ്പെട്ട് വരാൻ പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിൽ തീരുമാനമെടുക്കൂ. ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചുള്ള ഒരു ഭാഗ്യവാൻ. ജയിക്കുന്നവൻ ഇനി വെള്ളയുടുപ്പുണ്ട്, അതൊരു സ്പെഷ്യൽ സൂട്ടാണ്. ആ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു. കോരിന്ത്യ ലേഖനം 1 ലേഖനം 15:53 മുതൽ 55 വരെ വായിച്ചുകൊണ്ട് ഇന്നത്തെ ദൂത് അവസാനിപ്പിക്കുന്നു. 1 കോരിന്ത്യർ 15:53 മുതൽ വായിക്കാം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. അടുത്തത് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. അടുത്തത് ഹേ മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള മതി. 1969 ജൂലൈ മാസം 20 അമേരിക്കയിലെ ബഹിരാകാശ യാത്രക്കാർ ഇതം പ്രഥമമായി ചന്ദ്രകുളത്തിൽ പോയപ്പോൾ ഉടുത്ത വസ്ത്രം ഇപ്പോഴും അമേരിക്കയിൽ ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ, ടെക്സാസ് സ്റ്റേറ്റിൽ ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ നാസയിലുണ്ട്. ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. ഫ്ലൈയിങ് സൂട്ട്. ചന്ദ്രകുളത്തിൽ പോകാൻ അവർ ഉപയോഗിച്ച വസ്ത്രം 15 ലക്ഷം അമേരിക്കൻ ഡോളറാണ് അന്ന്. ഇന്ന് 50 ലക്ഷം അമേരിക്കൻ ഡോളർ കൂടുതൽ കൊടുക്കണം. ഇത് കവർ ചെയ്തുകൊണ്ട് മേലോട്ട് പൊങ്ങാൻ പറ്റും. പക്ഷേ സ്തോത്രം, അത് സ്വർഗത്തിൽ പോകാനുള്ള വസ്ത്രമല്ല, ചന്ദ്രൻ വരെ പോകാൻ പറ്റും. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് അവിടം വരെ അല്ല. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗമൂഹിക്കാവതോ. ആ വലിയ യാത്രയ്ക്ക് നീ എവിടുന്ന് ഉടുപ്പ് തയ്പ്പിക്കും? ഉലകം മുഴുവൻ വിറ്റ പണം കൊണ്ടും ആ സൂട്ട് തയ്പ്പിക്കാൻ ഒക്കെയില്ല. ഭാരപ്പെടണ്ട. നിന്റെ ഉടുപ്പിനെ മലിനമാക്കാതെ നീ സൂക്ഷിച്ചാൽ പോകേണ്ട സമയമാകുമ്പോൾ വസ്ത്രം അയച്ചു തരാൻ പോകുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വർഗത്തിൽ തന്നു. പിതാവ് പറഞ്ഞു, മോനെ വാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നിന്റെ ശത്രുക്കളെ പാതപീഠമാക്കുമ്പോൾ നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാം. എത്രയും വേഗം പിതാവ് പറയും, മകനെ എഴുന്നേൽക്കൂ. ബ്രിങ് യുവർ ബ്രൈഡ്. നിന്റെ മണവാട്ടി കൂട്ടിക്കൊണ്ടുവരിക. യേശു എഴുന്നേൽക്കും, മേഘങ്ങളിൽ വരും. Oh my people, come up here. എന്റെ ജനമേ ഇവിടേക്ക് വരികയും ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒരു സ്തോത്രം ചെയ്തേ. എന്ന് പറയുമ്പോൾ ഒരു സൂട്ട് താഴോട്ട് വരും. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ മേൽ കാഹളം തൊനിക്കുമ്പോൾ ഈ സൂട്ടും കൂടെ വരികയാണ്. എൻവലപ്പ് ചെയ്യും. എൻവലപ്പ് ചെയ്യുമ്പോൾ അറിയാമോ, പെട്ടെന്ന് ഭൂമി പറയും പൊയ്ക്കോ. സ്വർഗം പറയും വന്നോ. ഇവിടുന്ന് ഒരു പുഷിങ്, അവിടെ ഒരു പുള്ളി. ഓ, പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങും. ഈ അദ്രവത്വം അമർത്യതയുടെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞു. 2 ഗ്രൂപ്പാ പോകുന്നത്. ഒരു ഗ്രൂപ്പ് ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ പാടി പൊങ്ങും. അവർ പൊങ്ങിക്കഴിഞ്ഞ ഉടൻ അടുത്ത ഗ്രൂപ്പിന് അടുത്ത സ്റ്റാൻസ പാടി പൊങ്ങും. 2ആയിട്ട് പൊങ്ങും, ഒരുമിച്ച് അവിടെ എത്തും.
എന്തോ ആ ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പ്, ഏത് സ്റ്റാൻസ് അവിടെ പറഞ്ഞു നിർത്താം. ഫസ്റ്റ് ഗ്രൂപ്പ് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരാണ്. നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. എന്താ അവർ പാടുന്നത്? ഹേ മരണമേ, നിന്റെ ജയമെവിടെ? നീ വിചാരിച്ചു ഞങ്ങളെ മാർബിൾ കല്ലറകൾക്കകത്ത് ഒതുക്കാമോ? മാതാക്കളെ, പിതാക്കളെ, മൂത്ത സഹോദരി സഹോദരങ്ങളെ നീ വേർപെടുത്തി ഉറപ്പുള്ള കല്ലറയ്ക്കകത്ത് ഒതുക്കി. പക്ഷെ ഞങ്ങൾ സേവിച്ചത് മരണത്തെ ജയിച്ച ജയവീരനെയാണ്. അവന്റെ ഉയർപ്പിന്റെ വ്യാപാര ശക്തി ഞങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നു. മരണമേ, നീ തോറ്റു, ഞങ്ങൾ ജയിച്ചു. ഇനി നിനക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നത് വരെ ഞങ്ങൾ ജീവിക്കും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? പൊങ്ങുമ്പോൾ നെക്സ്റ്റ് ഗ്രൂപ്പ് മരണം കാണാതെ രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരുണ്ട്. അവര് പറയും, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? നിന്റെ മുള്ളു കൊണ്ടുപോലും ഞങ്ങളെ തൊട്ടില്ലല്ലോ. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു വേഗം വരാം. സഹോദര സഹോദരി, നീ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിൽക്കാം. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന് മുമ്പിൽ ഏറ്റുവൻ പറയും. സഹോദര സഹോദരൻ, എല്ലാ കണ്ണുകളും അടയട്ടെ. അവസാനത്തെ ഈ നിമിഷം തലകളെ ഒന്ന് വണക്കൂ, തലയൊന്ന് ചായ്ക്കൂ, കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയം തുറക്കൂ. എൻ്റെ ദൈവമേ, എനിക്ക് രക്ഷാവസ്ത്രം വരണം. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത് നിന്റെ രട്ട് സന്തോഷം ഉടിപ്പിക്കുവാൻ ഒരുത്തൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുമോ? രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കുന്നു. സന്തോഷത്തിന്റെ വസ്ത്രം മക്കളെ, രക്ഷയുടെ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? ക്രിസ്തീയ കുടുംബത്തിലെ പാരമ്പര്യ ജനനം കൊണ്ടല്ല, വ്യക്തിപരമായ രക്ഷയുടെ വസ്ത്രം ധരിക്കണം. നീതി എന്ന അങ്കി നിന്നെ ഉടുപ്പിക്കുവാൻ യേശു സന്നദ്ധനാണ്. സന്തോഷ വസ്ത്രം, രക്ഷാ വസ്ത്രം, നീതിയുടെ വസ്ത്രം, വിവാഹ വസ്ത്രം, മേൽത്തരമായ അങ്കി. പിതാവ് നിന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നു. നീ 10 ചവിട് മുന്നോട്ട് വന്നാൽ 100 ചവിട് നിന്റെ അടുക്കൽ വരുന്ന ഒരു അപ്പച്ചനാണ്. കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുമ്പോൾ മേൽത്തരമായ അങ്കി ഉള്ളത് ജലസ്നാനം മൂലം നിന്നെ ധരിപ്പിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കണമോ? നീ ജലത്തിൽ സ്നാനമേറ്റേ തീരൂ. മുടന്ത ന്യായങ്ങൾ പരിത്യജിച്ചുകൊണ്ട് വേദപുസ്തക പ്രകാരം ക്രിസ്തുവിനോടൊപ്പം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ജലസ്നാനം നീ ഏറ്റിട്ടില്ലേ? എന്നാൽ നീ ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. അങ്ങനെ ധരിച്ചെങ്കിൽ ഉടുപ്പിനെ മലിനമാക്കാതെ സൂക്ഷിക്കും. കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം, അധികാരമോഹം, കസേരക്കൊതി, ദുർനടപ്പ് സകലതും വിട്ടൊഴിഞ്ഞ് ജീവിത വിശുദ്ധിയിൽ നീ സൂക്ഷിച്ചാൽ ജയിക്കുന്നവർക്ക് ഒരു വെള്ളയുടുപ്പുണ്ട്. ഹല്ലേലൂയ. ദ്രവത്വം അദ്രവത്വത്തെയും മർത്യ അമർത്തതയെയും ധരിക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയരുന്ന ദിവസം നിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് രാത്രി യേശു വന്നാൽ നിന്റെ അവസ്ഥ എന്താണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലരുടെ മേൽ ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷേ സമർപ്പണമുള്ളവരാണ് കരങ്ങൾ ഉയർത്തേണ്ടത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. വചനം എന്നോട് സംസാരിച്ചു, ഞാൻ സമർപ്പിക്കുന്നു. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച ഞാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഉയർത്തപ്പെട്ട ഈ കരങ്ങളെ നിന്റെ കരങ്ങളിലോട്ട് ഞാൻ തരുന്നു. വിരലിന്റെ അറ്റത്തൂടെ ദൈവശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, ആഴ്ന്നിറങ്ങട്ടെ. അവരുടെ പാപബന്ധനം അഴിയട്ടെ, രോഗബന്ധനം അഴിയട്ടെ, അന്ധകാര ശക്തി അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ഒരു പുതുജീവൻ അവർക്ക് ലഭിക്കട്ടെ. രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, വിവാഹ വസ്ത്രം, വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ജയഭേരി മുഴക്കിക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കൃപ ചെയ്യണമേ. ഇന്ന് രാത്രി വചനം കേട്ട ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ ഇടയാക്കരുതേ. സകല മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.